അങ്ങനെ 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ മീഡിയേഷൻ ഇറാൻ സമ്മതിക്കാത്ത അവസരത്തിൽ ഖത്തർ വെടിനിർത്തലിൽ ഇരുകൂട്ടരോട് സംസാരിച്ച് വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാൻ തീരുമാനമായിരിക്കുന്നു. ഇന്ന് രാവിലെ ഇറാനിയൻ സമയം 4 മണിക്ക് വെടിനിർത്തൽ ഇറാൻ സമ്മതിച്ചുവെന്നും പറഞ്ഞ് ട്രംപ് ട്രൂ സോഷ്യലിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ പിന്നെ ഇസ്രായേലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് വിളിച്ചപ്പോഴാണ് ഇപ്പോഴും കൂടി ഇറാന്റെ മിസൈല് വന്നതുള്ളെന്നുള്ള വിവരം അമേരിക്ക അറിയുന്നത്. അത് പിന്നെ ട്രംപായി പോയില്ലേ. ട്രംപ് എപ്പോഴൊക്കെ വെടിനിർത്തലുമായി മുന്നോട്ട് വന്നാലും അങ്ങനെയാണല്ലോ ട്രംപിന്റെ വെപ്പ്. ഇതേപോലെ തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മീഡിയേഷന് വന്നപ്പോൾ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തപ്പോഴും അതിനുശേഷം ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഡ്രോൺ മഴയാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്തോ ഇന്ത്യയുടെ മുൻകാല അനുഭവം കൊണ്ടായിരിക്കണം ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എടുത്തു മാറ്റാൻ തോന്നാഞ്ഞത്. അവയെല്ലാം ഇന്ത്യയുടെ സുദർശന ചക്രം അരിഞ്ഞു വീഴ്ത്തി. ചിലപ്പോൾ പാകിസ്ഥാന്റെ മാർഷൽ അസീം മുനീർ നോക്കിയപ്പോൾ വിഷുവിനൊക്കെ ഇങ്ങനെ പൊട്ടിച്ചളയുന്ന പടക്കം പോലെ കുറച്ച് കൂടി ഡ്രോൺ അവിടെ കണ്ടപ്പോൾ എന്തായാലും നനഞ്ഞ് കുളിച്ചു കയറാമെന്ന് കരുതി ഡ്രോണുകളൊക്കെ ഇന്ത്യയിലേക്ക് വിട്ടതായിരിക്കാം. അറിയില്ല, അത് അവര് സമ്മതിക്കുന്നുമില്ല, അത് വേറെ കാര്യം. എന്നാൽ ഇന്ത്യ കുറെ കഴിഞ്ഞാണ് ഒഫീഷ്യലി വെടിനിർത്തൽ ഡിക്ലറേഷനുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതേ സമാന അവസ്ഥ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നടന്നത്. ഇന്ത്യ പാക് സംഘർഷം ട്രംപ് ഇടപെട്ടു എന്ന് പറയുന്നു. അത് ഇന്ത്യ ഏതായാലും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപ് അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഏതായാലും വലിയ രണ്ട് ആണവശക്തികളെയാണ് അമേരിക്ക ഇടപെട്ട്, അതായത് ട്രംപ് ഇടപെട്ട് വെടിനിർത്തലിലേക്ക് കൊണ്ടെന്നുള്ള ഒരു ഹാങ് ഓവർ ഉണ്ടാവുമല്ലോ. ആ ഒരു ഹാങ് ഓവറിൽ ട്രംപ് ചെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോയി ഇടപെട്ടു. പിന്നെ കണ്ടത് റഷ്യ യുക്രൈനും ഇന്ന് വരെ കാണാത്ത യുദ്ധത്തിലേക്കാണ് പോയത്. അമേരിക്കയുടെ മാത്രമല്ല, പാശ്ചാത്യ ശക്തികളെ തൊട്ട് കളിച്ചാൽ പുട്ടിന് എന്തായിരിക്കും പറ്റുക എന്നത് കഴിഞ്ഞ ദിവസത്തെ ലോകത്തൊന്നും ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാങ്ഷനാണ് റഷ്യയുടെ തലയിൽ ഇട്ടുവെക്കാൻ പോകുന്നത്. അതായത് ഇറാന് മുകളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇട്ടതെങ്കിൽ റഷ്യയ്ക്കും കൊടുത്തു ബങ്കർ ബസ്റ്റർ ബോംബ്. അമേരിക്കയും പാശ്ചാത്യ ശക്തികളും അതിനെ പേരിട്ടിരിക്കുന്നത് എക്കണോമിക് ബങ്കർ ബസ്റ്റർ എന്നാണ്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇനി പാശ്ചാത്യ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ആ രാജ്യങ്ങൾക്ക് 500% ഇമ്പോർട്ട് താരിഫാണ് കഴിഞ്ഞ ദിവസം റഷ്യക്ക് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അത്തരം താരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ ചൈന റഷ്യയെ ആശ്രയിച്ചാണ് കഴിഞ്ഞു പോരുന്നത്. അത് അവർ പണ്ടേ ട്രേഡ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ടും അതിൽ നിന്ന് ഒഴിവുണ്ടെന്നാണ് അമേരിക്കയുടെ സെനറ്റർമാർ പറയുന്നത്. ഉക്രൈന്റെ സ്ലാവിക് വംശജർ താമസിക്കുന്ന ജനങ്ങളുടെ ഭാഗം റഷ്യക്ക് വേണമെന്നതിനെ ചൊല്ലിയാണ് ഈ തമ്മിത്തല്ല്. റഷ്യ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അമേരിക്കയും യൂറോപ്പും ബ്രിട്ടനും ഒക്കെ ട്രേഡ് വാർ ഉണ്ടായാലും അവരുടെ ഇടയിൽ താരിഫുമായി ചൊല്ലി എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഉക്രൈൻ എന്ന യൂറോപ്പ് കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉക്രൈനെ ആ രാജ്യത്തിനെ തൊട്ടാൽ ഇവരൊന്നും വെറുതെ ഇരിക്കില്ല. റഷ്യയെ സാമ്പത്തികമായി തളർത്തി ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്നും ടേബിൾ ഡിസ്കഷന് റഷ്യയെ കൊണ്ടുവരാനാണ് അമേരിക്ക നോക്കുന്നത്. അതിനെ അമേരിക്കൻ സെനറ്റർ വിളിച്ചത് റഷ്യയുടെ എക്കണോമിക് ബങ്കർ ബസ്റ്റർ ബോംബ് എന്നാണ്. അമേരിക്ക ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടതിന് ശേഷമാണ് റഷ്യക്ക് 8ന്റെ പണി കൊടുക്കാൻ തീരുമാനമായത്. റഷ്യ ഇറാനെ ഭയങ്കരമായി പിന്തുണക്കുന്ന കാഴ്ച കണ്ട അമേരിക്കയ്ക്ക് തോന്നിയ ബുദ്ധിയാണ് എന്തായാലും ഇറാന് കൊടുത്ത് റഷ്യക്കും സാമ്പത്തികമായി ഒരു 500% നികുതി കൊടുക്കാമെന്ന് തോന്നിക്കാണും. അതിൽ പിന്നെ റഷ്യക്ക് ഇറാന്റെ കാര്യത്തിൽ ശുഷ്കാന്തി അങ്ങോട്ട് കുറഞ്ഞു. ഇന്നലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചൈനയോട് സംസാരിച്ചെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ. ചൈനയ്ക്ക് ഇനി ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അമേരിക്കയുടെ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിലേക്ക് പേരിന് വേണ്ടി മാത്രം 10 മിസൈലുകൾ ഇറാൻ ഇന്നലെ പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് ഖത്തറിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇസ്രയേലിൽ 150 മിസൈലുകളായിരുന്നു കണക്ക്. 17ഓളം US എയർബേസുകളാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഉള്ളത്. എന്തുകൊണ്ട് ഖത്തർ മിസൈൽ ആക്രമണത്തിന് അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് മിഡിൽ ഈസ്റ്റിൽ ഇറാന് കൂടുതൽ അടുപ്പമുള്ളതും ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഖത്തറിനുള്ള പങ്കാളിത്തം കൊണ്ടും ഇറാന്റെ നേർക്ക് മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങൾ പെട്ടെന്ന് തിരിയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടുമാണ്. വേറെ സൗദി UAE ഇവയെല്ലാം അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. ഇറാൻ മിസൈൽ വിട്ടാൽ വേറെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇറാന്റെ പ്രോക്സികൾ 2019 സൗദിയുടെ എണ്ണപ്പാടം കത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മിസൈൽ വിട്ടാൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഇറാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും.
ഇറാന്റെ ഈ മിസൈൽ ആക്രമണത്തിന് അമേരിക്ക പ്രത്യാക്രമണത്തിന് പോവാതെ വെടിനിർത്തലിന് ഖത്തറിനോട് മീഡിയേഷൻ എടുക്കാൻ അമേരിക്ക പറഞ്ഞിരിക്കുന്നു. ഇനി ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഉപരോധം ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. പഴയതുപോലെ എണ്ണ വ്യാപാരങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ നടക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയെ പോലും അത്തരം നടപടികൾ വളരെ മോശകരമായ രീതിയിൽ ബാധിക്കാം. ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് ഇന്ത്യ കയറ്റിവിട്ടിരുന്ന 1,00,000 ടൺ ബസ്മതി അരിയാണ് പോർട്ടിൽ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തുന്നത് മിഡിൽ ഈസ്റ്റ് എന്ന മേഖലയിലെ ശാന്തി ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ നല്ലതുപോലെ പരിപോഷിപ്പിക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കഴിയുന്നത്. അടുത്ത വീഡിയോയുമായി വരാം.